എന്തിനാ വന്നേക്കണ്? ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണെന്ന് അറിയാം. ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറണ്ടാണ്. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മുടെ മുല്ലയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേക്ക് നമ്മൾ സെലിബ്രേഷന് വേണ്ടിട്ട് മുല്ലനെ വിളിച്ചിട്ടുണ്ട്. മുല്ല വന്നേ, വന്നോട്ടെ. അപ്പൊ മുല്ലനോട് വരാനെ പറഞ്ഞിട്ടുള്ളൂ. മുല്ലക്ക് ഒന്നും അറിയില്ല. ജസ്റ്റ് വന്നു നിന്നിട്ടുണ്ട്. എന്തെങ്കിലും അറിയോ? എന്തിനാ വന്നേക്കണ്? ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണെന്ന് അറിയാം. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ല. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറണ്ടാണ്. പറഞ്ഞതാ. ഇതൊക്കെ കണ്ടപ്പോ കുട്ടി വിചാരിച്ചു എന്തൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താ സെലിബ്രേഷൻ സൽജോ? നമ്മളിന്ന് എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ബർത്ത്ഡേക്ക് എന്റെ പണി തരാൻ വേണ്ടിട്ട്. ഇന്നിപ്പോ ഞാനും സെൽജോ മുബാർക്ക് കൂടിയിട്ട് ചീഞ്ഞ മുട്ട കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. തക്കാളി ചീഞ്ഞത് ഉമ്മ പറഞ്ഞ കാരണം അറിയില്ലായിരുന്നു. അപ്പൊ ചീഞ്ഞ മുട്ട പിന്നെ എല്ലാരും കൂടി ഞാൻ പുറത്തേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്ത് തരുന്നു. പിന്നെ എറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് അകത്ത് കയറിയിരുന്നു. എന്തൊക്കെ വേണ്ടത് ഇങ്ങനെ തുറന്നു വെക്കും. മലപ്പുറം കത്തി, അമ്പും വില്ലും അങ്ങനെയൊക്കെ തുറന്നു വെക്കും. അതാണ് ഇന്നത്തെ കലാപരിപാടി. ഇതുപോലത്തെ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ല പ്രശ്നം. ഇതുവരെ പണി കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊരു മറക്കാൻ പറ്റാത്ത എന്തേത് ഇപ്പൊ മുബാർക്കിന്റെ തന്നെ വാർത്ത സെലിബ്രേഷൻ കണ്ടിട്ടില്ലേ? ചാണകം കൊണ്ടിരുന്ന അവന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് മുല്ലക്ക് എന്തിനാണ് വരാൻ പറയുന്നത്. അപ്പൊ മുല്ല വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യം ടീംസും ഫ്രണ്ട്സും ഒക്കെ എത്തിയിട്ടുണ്ട്. ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് കലാപരിപാടികൾക്ക് ഇന്ന് അറേഞ്ച് ചെയ്യാനുള്ള സെറ്റിംഗ് നോക്കട്ടെ. ഒരുക്കിയായിരുന്നത് മേക്കപ്പാ പുതിയെണ്ണാക്കട്ടെ ഉണ്ട്. ഇതെന്തെങ്കിലും ഉണ്ടാ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പൊ കാര്യം നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിങ് ആണല്ലോ. ഫസ്റ്റ് നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. കേക്ക് വേണല്ലേ? എന്ത് എന്നാ ഒരു കാര്യം ചെയ്യാം. കേക്ക് അപ്പൊ ഗൈസ് കേക്ക് എന്തായാലും നമ്മള് പെട്ടെന്ന് എന്ത് ചെയ്ത് നമ്മള് കേക്ക് കേക്ക് പറഞ്ഞു എന്തായാലും പെട്ടെന്ന് സെറ്റ് ആണ് ഒരു കേക്ക്. ഞാൻ ഇപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പോയാ അതന്നെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്ത് പെട്ടെന്ന് സെറ്റ് ആക്കാൻ കേക്ക് ഞാൻ എടുത്തിട്ട് വരാം. കിട്ടി കേക്ക് കിട്ടി. മുല്ല ചേച്ചി ബർത്ത്ഡേ ആയിട്ട് വെറുതെ എന്ത് ചെയ്ത് വിളിച്ചേർത്തി കുട്ടിയാ ഒന്ന് ക്യാൻഡിൽ എത്തിക്കാനുള്ള ലേറ്റർ എത്തിയിട്ടുണ്ട്. കേക്ക് മുറിക്കാം ബർത്ത്ഡേക്ക്. മുല്ലേ തുറന്നോ. ഭയങ്കര വിറ്റാണ്. അപ്പൊ ആദ്യം നമ്മള് മെഴുകുതിരി നമ്മല്ലേ അതല്ലേ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മുല്ല. മുല്ലോട് ചോദിച്ചു നോക്കാം. മുല്ലേ മുല്ലട എന്ത് ചെയ്ത് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതുമ്മേ
മുല്ല MULL മുല്ല. ആ ക്ലോസപ്പിൽ എടുക്കല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു? ഇതാ മുറിക്കാം. ശരിക്കുള്ള കേക്ക് മുറിക്കാം. ആദ്യത്തത് ശരിക്കും പറ, എന്ത് തോന്നി ഫസ്റ്റ് കേക്ക് കണ്ടപ്പോ? അത് തുറന്നപ്പോ ഫസ്റ്റ് കണ്ടപ്പോ എന്താണ് എന്ത് തോന്നിയത്? ഭയങ്കര സന്തോഷം. ഇങ്ങനെ കേൾക്കാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാ. ഏത് എങ്ങനെ അങ്ങനത്തെ കേക്ക് വലിയ കേക്കില്ലേ? പടത്ത ചളിയൊക്കെ ഞങ്ങൾ എത്ര ഈ കറുത്ത പാടുകളൊക്കെ എന്താന്ന് ഞാൻ പിന്നെ വിശദീകരിക്കാം. ഓക്കെ മുറിക്കല്ലേ? ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മുല്ല, ഹാപ്പി ബർത്ത്ഡേ മുല്ല. ഞാൻ കൈക്കോട്ടെ. അതിലൊരു നീല നിറം. മണവളം കഴിക്കുള്ളൂ. സെലിബ്രേഷൻ ഇപ്പൊ ആണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഓരോ ബർത്ത്ഡേക്ക് എല്ലാരും ബർത്ത്ഡേയുടെ വയസ്സ് റിവീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ അത് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ കുട്ടിനെ കണ്ടാല് എത്ര വയസ്സ് തോന്നുന്നു നിങ്ങളൊന്ന് പറ. കുട്ടിയല്ല. അപ്പൊ മുല്ലയുടെ ഏജ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിയണവരൊന്ന് കമന്റ് ബോക്സിൽ ഗസ് ചെയ്യുക. കറക്റ്റ് ആയി ഗസ് ചെയ്യണവരെ മുല്ല എന്നെ അതിൽ റിപ്ലൈ ചെയ്യുകയും ചെയ്യും. മുല്ല റിപ്ലൈ കൊടുത്താൽ ഞാൻ പിൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ കറക്റ്റ് ഏജ് എത്രയാണ് വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് ഗസ് ചെയ്യും. നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എന്താ? ഇനിയാണ് ഇനി എന്തായാലും നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് പകരമാണ് നമ്മൾ എന്ത് ചെയ്ത് സാധാരണ ഗിഫ്റ്റ് കൊടുക്കല് പണി കൊടുക്കും. അപ്പൊ അതിന് പകരം എന്ത് വേണം? നിനക്ക് ഗിഫ്റ്റ് വേണോ പണി വേണോ? എന്താണ് ഇത് സന്തോഷം എന്ന് പറഞ്ഞത് ശരിക്കും? അപ്പൊ നമുക്ക് ആദ്യം അത് ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിരുന്നു. കാരണം ചീഞ്ഞമുട്ടൊന്നും നമ്മൾ ഈ ഡ്രസ്സിലാക്കണ്ട വെച്ചിട്ടാ. ഒരു മാക്സി ആരാ, പഴയ മാക്സി ഇട്ടിട്ട് വരില്ലേ? പറ, തുറന്ന് പറ. അപ്പൊ ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് കിടക്കാം. ഈയാണ് ഇതാ ഇതില് ഇതാ മുല്ലാണ്. മുല്ലയുടെ ഈ ഫോട്ടോ ആണ് ഇതവിടെ വെച്ചിട്ടുള്ളത്. ഇതവിടെ ഹാപ്പി ബർത്ത്ഡേ മുല്ലാന്ന് ഇതാ ഇവിടെ ഗോൾഡല് വെച്ചിട്ടുണ്ട്. ഇത് ചെറുപ്പത്തില് ഏത് 3-ാം വയസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ആണ് അത്. നമ്മള് ടോയ് ആയിട്ട് നമ്മൾ എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് അക്കൂറായിട്ട് ഉപയോഗിക്കാം. അറിയാനുള്ള സാധനമാണ് ഈ ഇതല്ല. ഈ ചീഞ്ഞമുട്ട നമ്മൾ കയ്യിൽ പിടിച്ചിട്ടില്ല. എറിഞ്ഞ് പുറത്തിറങ്ങി ഇവിടെ ആറ് പുറത്തിറങ്ങിട്ട് തുടങ്ങാം അല്ലെ എല്ലാ പരിപാടികള് ബസ്സിനുണ്ടാവും. പിന്നെ എറിഞ്ഞ് ഇവിടുന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറ്റില്ല. ചീഞ്ഞമുട്ട എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറ്റില്ല. മുല്ലയുടെ കണ്ണുമുത്ത് അപ്പൊ ഞാൻ വരണമെങ്കിൽ മുല്ലയുടെ കണ്ണുമുത്തണം. മുല്ലയുടെ കണ്ണുമുത്തിയോ? ഇപ്പൊ പൊട്ടും. ഇങ്ങളും മാറിക്കില്ല. ഇപ്പൊ പൊട്ടും. പൊട്ടിക്കട്ടെ. ഞങ്ങളൊക്കെ പോട്ടെ. എന്തോ വിചാരിച്ചു ചീഞ്ഞോട്ട് അറിയാമോ എന്നാണ് വിചാരിച്ചത്. അത് ഇത് കൂടി കഴിഞ്ഞിട്ട് അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാ അപ്പൊ ഒരു ഗിഫ്റ്റ് ആണ്. ഒരു ഗസ്റ്റ് ഉണ്ടാ നമുക്ക് ഗിഫ്റ്റ് എടുക്കാം. അപ്പൊ എന്തത് എങ്ങനെയുണ്ട്? ഗസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ആ
ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഫ്രീ ആയിട്ട് തരും. ഇതെന്താണ് ഫ്രീ ആയിട്ട് തരും. അതാണ് ഇതിന്റെ ഓഫർ. ഞങ്ങൾ പാപ്പിച്ചായനെ അവിടെ വെച്ചിട്ട് അപ്പുറത്ത് കൂടെ ഇനി കുറെ വരാണ്ട് ഗിഫ്റ്റ്. ഒരു ഗസ്. എന്നാ ശരി, എന്നാ പൊളിച്ചോക്കട്ടെ. ചാളയിലില്ല, ചുണ്ണാമ്പിലുണ്ട്. ഒന്നുകൂടി പറയാം. ചാളയിലില്ല, ചുണ്ണാമ്പിലുണ്ട്. ഇനി എന്താ അയ്യോ മാറിന്ന് വെച്ചാല് സിഗില്ലേരാട്ടാ. ഈ സിഗ്നൽ മുണ്ട് പൊക്കി കാണിക്കുക. അപ്പൊ ഞങ്ങൾ ഓടിക്കാം. ഇതൊക്കെ പെട്ടിയൊന്നും നോക്കണ്ട. നേരത്തെ കേക്കിന് വേണ്ടി വീണ്ടും കവറ്. സൂപ്പർ. എങ്ങനെ ഓക്കെ, അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഇതിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണണല്ലോ, എന്റെ റിവ്യൂ മാറണല്ലോ. അപ്പൊ ഇതൊന്ന് മാറിയിട്ട് ഇത് ഇട്ടിട്ട് മുബാർക്കിന് ആഗ്രഹം ഇവിടെ നിന്നിട്ട് തന്നെ ഡ്രസ് മാറ്റണം. അഭിപ്രായത്തോട് ഡ്രസ് മാറുന്ന കാണണം. നമ്മുടെ ബർത്ത്ഡേ സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തുള്ളത് നമ്മുടെ ഈ പരിപാടിയാണ്. ചീഞ്ഞമുട്ടയും തക്കാളിയും ഒക്കെ കൂടി എറിഞ്ഞ് അത് പുറത്തിറങ്ങിയിട്ടാണ്. മുല്ല ഒരു റിവ്യൂ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ. ഗിഫ്റ്റ് ഇഷ്ടമായി. ഇത് കഴിഞ്ഞാലും പറഞ്ഞു. അപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുവരെ തന്നെ പറഞ്ഞത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടായാലും അങ്ങനെ വേണല്ലോ. അപ്പൊ ഞാൻ അവിടെ ചീഞ്ഞ മുട്ടൊക്കെ ഇട്ടിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറ്റാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പൊ വൈൻഡപ്പ് സെക്ഷൻ ഞങ്ങൾ ഇവിടെ തന്നെ എടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കണം. ഈ ഡ്രസ്സ് ഈ കുട്ടിക്ക് ചേരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർച്ച ഷെയർ ചെയ്യുക. ഉമ്മേനെ പറയുന്നത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ചാനലാണ്. പുതിയ മണവാളം മീഡിയ അവിടെ ഉണ്ട്. നമ്മളത് മണവാളം ഫാമിലി പുതിയ ഫാമിലി ചാനലാണ്. അപ്പൊ ഫാമിലി കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ ഈ ചാനലായിരിക്കും. അപ്പൊ എന്തായാലും ഫാമിലി ഓഡിയൻസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.